അഥർവയുടെ ഇതേ മുരളി സിനിമയിലെ ഒരു സ്നീക് പീക്ക് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. இந்த ஃபார்முலா எவ்வளவு முக்கியம் அப்படின்னா இத പ്രീതി வச்சுதான் சார் தூங்குறாரா? டேய் டேய் സുധാകരൻ தூங்குறதுக்கு டியூஷன் வர? இது எவ்வளவு முக்கியமான சம்மு இது. இந்த சம்மு தெரியுமா ഉച്ച உனக்கு? ക്ലാസ്. போடா போய் சம்ம டெலிவரி பண்ணு போ. இந்த கொஸ்டின் மட்டும் 13 தடவை பப்ளிக் எக்ஸாம்ல வந்திருக்கு தெரியுமாடா உங்களுக்கு? அவன் என்னடானா படுத்துக்கிட்டு தூங்குறான், சொல்ல மாட்டீங்களாடா யாரும்? ഇതിലൊരു വൺ ട്വിസ്റ്റ് ഉണ്ട് കേട്ടാ ഈ ഒരു സീനിൽ. ഒരു പ്രൊഡിക്റ്റബിൾ സീനായിട്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഞാനും വിചാരിച്ചു ആസ് യൂഷ്വൽ ആയിട്ട് ഇതിപ്പോ അവൻ നന്നായിട്ട് ചെയ്യും എന്നുള്ളത്. പക്ഷെ ഇത് കണ്ടു തീരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സീൻ എന്താണെന്ന്. എല്ലാവരുടെ മുഖം കണ്ടാ വിചാരിക്കും നമ്മള് എക്സ്പെക്ട് ചെയ്യാത്ത എന്തോ നടക്കുവാണെന്ന്. നമ്മളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഈ സിനിമ കണ്ടപ്പോഴും പെട്ടെന്ന് എന്താ ഓർമ്മയില്ലായിരുന്നു. டேய் டேய் என்னடா கொஸ்டினே திரும்ப திரும்ப எழுதி வச்சிருக்க? டேய் எரும மாடே என்னடா பண்ணி வச்சிருக்க? என்னடா கொஸ்டினே திரும்ப திரும்ப. டேய் கொஞ்சம் சார் என்ன பண்றீங்க? சார் அவன் ப்ராப்ளம் சால்வ் பண்ணிட்டா சார், அதான் நோட் பண்ணி. எல்லாம் அந்த எருமையை தப்பு தப்பா எழுதிருக்கு. சால்வ் பண்ணிட்டானே. ஏன்டா படுத்துறீங்க? സത്യം പറഞ്ഞാൽ ഈ പടത്തിൽ ഈ ഒരു ക്ലാസ് റൂം സീന് നന്നായിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ അങ്ങനെ പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സീനും കൂടെ ആയിരുന്നു. ഞാനും ആദ്യം വിചാരിച്ചത് കിടിലായിട്ട് എഴുതിയ ഒരു നല്ലൊരു മാസ് മൊമെന്റ് പോലെ ഒരു തമാശ മാസമായിട്ട് ഇങ്ങനെ വരും. നോക്കട്ടെ, അതിലും കാട്ടി എക്സ്പെക്ട് ചെയ്യാത്ത ഒരു നല്ലൊരു കോമഡി സീനാണ് കിട്ടിയത്. നല്ല രീതിക്ക് ഒരു കോമഡി വർക്ക്ഔട്ടും ആയി, നല്ല രീതിക്ക് ചിരിയും വന്നു. അങ്ങനെ ഒന്ന് രണ്ട് സീൻസ് ഇതിലുണ്ട്. ബട്ട് ടോട്ടലി പറയുവാണെങ്കിൽ ഇതൊരു തൊലിഞ്ഞ പടമാണ്. അഥർവയുടെ ഒരു ഞരമ്പം പടം. അഥർവയ്ക്ക് കാണുന്നവരെയൊക്കെ പ്രേമം തോന്നും, കാണുന്നവരെയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ തോന്നും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പടമാണ്. ഞാൻ പറഞ്ഞില്ലേ, പരാശക്തി ശിവകാർത്തിന്റെ പരാശക്തിയുടെ പ്രൊഡ്യൂസർ ഡോൺ പിക്ചേഴ്സിന്റെ പ്രൊഡ്യൂസർ തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. റിട്ടൺ, ഡയറക്ടർ, സ്റ്റോറി, പ്രൊഡ്യൂസിംഗും പുള്ളി തന്നെയാണ്, ആകാശ് ഭാസ്കരൻ. മൊത്തത്തിൽ ഈ സിനിമയിലാണ് ഞാൻ പറഞ്ഞത് ഫഹദ് ഫാസിൽ വരുന്നുണ്ട്. ഫഹദ് ഫാസിലിന് ആ ക്യാമിയോ റോള് ലാസ്റ്റ് ആ ഒരു നന്നായിട്ട് കുറച്ച് വരുന്നുണ്ട്. ബട്ട് എന്നിരുന്നാലും ഫഹദ് ഫാസിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നത്. പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പുള്ളി എങ്ങനെയാണ് പോകണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നുണ്ട്, ഏതൊക്കെയോ ആവശ്യമില്ലാത്ത പടങ്ങൾക്ക് കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കോമാളി വേഷങ്ങൾ ചെയ്ത് ഇപ്പൊ നടക്കുകയാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമന്റ് ചെയ്തേക്കും. പിന്നെ ഇതില് കൈതു ലോഹറുണ്ട്, പ്രീതി മുകുന്ദനുണ്ട്, മാളവിക മോഹനനുണ്ട്. അങ്ങനെ സുന്ദരിമാരായ ഒരുപാട് നായികമാരുണ്ട്. കാരണം ഇത് ഒരു ഞരമ്പം പടമാണ്. നിങ്ങൾക്ക് അറിയാം, ഇതയം മുരളി പ്രേമിക്കുന്ന ഒരു പടമാണ്. അപ്പോൾ ആ പഴയ ആ ഒരു, അതായത് അഥർവയുടെ അച്ഛൻ മുരളിയുടെ ആ ഒരു പഴയ പടത്തിന്റെ ഇതയം എന്നൊരു പടത്തിന്റെ കുറച്ച് റെഫറൻസും ഒക്കെ കൊണ്ടുവന്ന് നൊസ്റ്റാൾജിക് പരിപാടിയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി അവർ നോക്കിയിട്ടുണ്ട്. പടപ്പാടെ പാളിപ്പോയി പടം. പാടിപ്പോയി ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ, പാളിപ്പോയിട്ടുണ്ട് പടം. അപ്പം എന്താണ് ഒരു 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 കമ്മിറ്റ്മെന്റും ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ പ്രൊഡ്യൂസറാണ്, പുള്ളിക്കാരൻ ഒരു ആവേശത്തിൽ എന്തോ ചെയ്തു പോയതാണെന്ന് തോന്നുന്നു ആകാശ് ഭാസ്കരന്റെ ഒരു പടം. ഞാനൊരു പടം ചെയ്യട്ടെ, എന്റെയിലും കാശുണ്ടല്ലോ, എനിക്കും കഴിവുണ്ടെന്ന് നോക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. പക്ഷെ ഒന്നും പറയാനില്ല. അതിന്റെ തമനാണ് മ്യൂസിക്. തമന്റെ പാട്ടുകളൊക്കെ കൊള്ളായിരുന്നു. തിയേറ്ററിൽ കേൾക്കാൻ നല്ല സൗണ്ടൊക്കെ കേട്ടാൽ കൊള്ളാം. തമനും ഇതിൽ അഭിനയിക്കാനും ഉണ്ട്. ടോട്ടലാൽ പിന്നെ സുധാകർ ഈ പടത്തില് കോമഡി വേഷത്തിൽ വരുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ പേരും പറഞ്ഞു. അങ്ങനെ കുറച്ച് നല്ല, നിങ്ങൾ കണ്ട് മടുത്ത ആൾക്കാർ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. എന്നിരുന്നാലും പടം ടോട്ടലി വേസ്റ്റ് പടമാണ്. പക്ഷെ ഇതുപോലെ ഒന്ന് രണ്ട് സീൻ ഫഹദിന്റെ ആ ഒരു ക്ലൈമാക്സിൽ വരുന്ന ക്യാമിയോ സീനൊക്കെ വളരെ നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പടം നിങ്ങൾ കാണണമെന്ന് എന്തെങ്കിലും ചോദിച്ചാൽ തീർച്ചയായിട്ടും കാണണ്ട. OTT എന്താ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടെന്ന് ഞാൻ പറഞ്ഞോളൂ. കാരണം ഇതേ മുരളി ഒരു ഇതേമില്ലാത്ത മുരളിയായിട്ട് സഹിക്കാതെയാണ് ഞാൻ പടം കണ്ട് തീർന്നു വന്നത്. അത്രയ്ക്കും